സിറിയയിലെ വിമത വിഭാഗം ഹോംസ് നഗരത്തിനടുത്ത് അലപ്പോ, ഹമ എന്നീ നഗരങ്ങൾ പിടിച്ച ശേഷമാണ് വിമതർ ഹോംസിലെത്തുന്നത്. സിറിയയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങണമെന്ന് തങ്ങളുടെ പൗരന്മാരോട് റഷ്യ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. സുഹൈൽ, എന്താണ് അവിടെ നടക്കുന്നത്? അമൃത, ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്നാമത്തെ നഗരം കൂടി ഹയാത്ത് തഹ്രീർ ഷാം എന്ന വിമത വിഭാഗം പിടിച്ചെടുക്കാൻ നിൽക്കുകയാണ്. ഹോംസാണ് അവരുടെ ലക്ഷ്യം. വിമത വിഭാഗം ഹോംസ് നഗരത്തിൻ്റെ 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഇപ്പോഴുള്ളത് എന്ന് റിപ്പോർട്ടുകൾ വരികയാണ്. ഹോംസ് കൂടി പിടിച്ചാൽ അലപ്പോ, അതേപോലെ തന്നെ ഹമ, അതിനുശേഷം ഇപ്പോൾ ഹോംസ് കൂടി പിടിച്ചെടുക്കാൻ ഇരിക്കുകയാണ് ഈ വിമത വിഭാഗം. നമുക്കറിയാം, റഷ്യയും അതേപോലെ തന്നെ ഇറാനുമാണ് ബഷാർ അൽ അസദ് ഭരണകൂടത്തിന് സിറിയയിൽ താങ്ങായി ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ഇപ്പോൾ വലിയ യുദ്ധമുഖത്താണുള്ളത്. പശ്ചിമേഷ്യയിലെ ഗസ യുദ്ധം കാരണം ഗസയിലും ലബനാനിലും നടക്കുന്ന യുദ്ധത്തിൻ്റെ പിന്നാലെയായിരുന്നു ഇറാൻ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില പ്രശ്നങ്ങളിലാണ്. ഈ തക്കം നോക്കിയാണ് വിമതർ നേരത്തെ അവർ പിടിച്ചെടുത്തിരുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് വലിയ ബോംബാക്രമണങ്ങൾ നടക്കുകയാണ്. ഹോംസ് നഗരത്തിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ പലായനം പോവുകയാണ്. എവിടേക്ക് എന്നില്ലാതെ ജനങ്ങൾ ഒഴുകുന്ന കാഴ്ച പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തലസ്ഥാനമായ ഡമസ്കസിലേക്ക് ഹോംസിൽ നിന്ന് കുറഞ്ഞ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഡമസ്കസ് കൂടി വിമതർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ, സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ബഷാർ അൽ അസദിനെതിരായ മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ വലിയ ആക്രമണം നടത്തിയാണ് ഈ വിമത വിഭാഗത്തെ ഇല്ലാതാക്കിയിരുന്നത്. വലിയ രാസായുധങ്ങൾ വരെ പ്രയോഗിച്ചു എന്ന് ശത്രുക്കൾ ആരോപിക്കുകയാണ് ബഷാർ അൽ അസദ് ഭരണകൂടത്തിനെതിരെ. അങ്ങനെയാണ് എങ്കിൽ വലിയ ഒരു രക്തച്ചൊരിച്ചിലേക്ക്, വലിയ കൂട്ടക്കൊലയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഹോംസിൽ നിന്നും വിമത വിഭാഗത്തിൻ്റെ അടുത്ത ലക്ഷ്യം എന്താണ്? ഡമസ്കസിലേക്ക് കാര്യങ്ങൾ കടക്കുമോ? അങ്ങനെ ബഷാർ അൽ അസദ് ഭരണകൂടത്തിൻ്റെ അടിത്തറയിലെക്കുമോ? അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ റഷ്യ വൻതോതിൽ ബോംബാക്രമണങ്ങൾ ഹോംസിൻ്റെയും അതേപോലെ തന്നെ ഹമായുടെയും ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന 5 ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ട്. ആ ആളുകളിലേക്ക്, 5 ലക്ഷം ആളുകളുടെ ജീവിതം തന്നെ വലിയ ഭീതിത അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.